അപ്പോൾ ഞങ്ങളിന്ന് 2 സിനിമകളാണ് കണ്ടത്. ഒന്ന് ഞാൻ റോമാക്സും കണ്ടു, ഇവൻ ദാവീദും കണ്ടു. ദാവീദ് കണ്ടായിരുന്നു. ദാവീദ് കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റാവുന്ന ഓക്കെ ആയിട്ടുള്ള പടമാണ് ദാവീദ്. ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഷിഖ് കപൂർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു യങ് ലൈഫിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ പുള്ളിൻ്റെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിലൊരു ഫൈറ്ററായിട്ട് പുള്ളിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവും, ഒരു ചെറിയൊരു തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അവിടെ നിന്നാണ് പടം മൊത്തത്തിൽ തുടങ്ങണേ. പിന്നീട് പുള്ളി അതുമായിട്ട് മുന്നോട്ട് പോയി എന്താ പറയാ ആ ഒരു ഫൈറ്റിൽ വിൻ ചെയ്യണതാണ് പടം കാണിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഈ പടം നോക്കുകയാണെങ്കിൽ എന്താ പറയാ ഒന്ന് വലിയൊരു രീതിയിലേക്കുള്ള ഭയങ്കര ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിലല്ല ഇത് കൺസീവ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ആക്ഷൻ സ്പോർട്സ്, അതായത് ബോക്സിംഗ് എന്ന് പറഞ്ഞ സ്പോർട്സിനെ അത്യാവശ്യം നല്ലപോലെ ഹൈലൈറ്റ് ചെയ്താണ് പടം മൊത്തത്തിൽ എടുത്തേക്കണം. ഒരു ഫാമിലി മാന്റെ കഥയാണ്. ഒരു കുട്ടിയും ഒരു വൈഫും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ ഫാമിലി മാന്റെ കഥയാണ്. ഫൈറ്റ് സീൻസ് എല്ലാം, അതായത് ഒരുപാട് ഫൈറ്റ് സീൻസ് ഇല്ല, അവിടെ ഇവിടേക്ക് ആയിട്ട് നടന്നു പോകുന്ന ഇടികളാണ്. മെയിൻ ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു 3 ഉള്ളൂ. അത് 3 ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ്, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര രസമാണ്. അതായത് ഈ മറ്റേ ഫൈറ്റിൽ മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ല, മഴയൊക്കെ പെയ്യുമല്ലോ, മഴ പെയ്യുന്നത് പോലെ തന്നെ വേർപ്പ് ചാർന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറേ ഷോട്ട് ഈ പടത്തില് കുറെ ഭാഗത്തായിട്ടുണ്ട്, അതെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സ്കോർ, ഓരോ സീനിനെയും സ്കോർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില സീക്വൻസ് കാണുമ്പോൾ അത്രത്തോളം ഇമ്പാക്ട് ഇല്ലാത്ത, ജസ്റ്റ് ആ സ്കോർ ഇല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്ട് ഇല്ലാത്ത ഒരു സാധാ ഘട്ടം തോന്നും. പക്ഷെ ഈ സ്കോറാണ് മിക്ക സ്ഥലങ്ങളിലും പടത്തിനെ എലിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ ഇങ്ങനെ ഇടിച്ചിട്ട് നമ്മൾ ചില്ല് തെറിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം സ്കോർ ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ്. ആ സീനൊക്കെ അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സീൻ. അത് ഇവൻ ഒരു ബോക്സറാണ്, ഒരു ഇടിക്കാരനാണ്. അപ്പൊ പുള്ളിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകും. അതുപോലെ പുള്ളി സെലിബ്രിറ്റീസിനെയാണ് പുള്ളി പ്രൊട്ടക്ട് ചെയ്യാൻ പോകും. അങ്ങനെ ബോഡി ഗാർഡായിട്ട് നടക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോ സംഭവം ശരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഒരു വേൾഡ് ചാമ്പ്യൻ ഫൈറ്റർ വരുമ്പോ ഈ ഫൈറ്റർക്ക് പുള്ളിക്കാരൻ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് പോണതാണ്. അപ്രതീക്ഷിതമായിട്ട് ഈ ഫൈറ്ററെ വിളിക്കുന്ന തല്ലണ്ട് വരും. അവിടെ നിന്നാണ് കഥ ശരിക്കും ആരംഭിക്കുന്നത്. അതായത് ഒരു പടം തുടങ്ങി ആദ്യത്തെ ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഈ ഒരു എലിവേഷനിലേക്ക് തന്നെ. അവിടെ നിന്ന് പടം പതിയാണ് എലിവേറ്റ് ആയിട്ട് പിന്നെ ഒരിക്കലും ഗ്രാഫ് താഴെ. നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫിന് ശേഷം പതിയെ ഒന്ന് ഗ്രാഫ് കീപ്പോട്ട് വരുന്നു. പക്ഷെ അത് ആ ഒരു വൈബ്രേഷൻ നിർത്തി ഫുൾ മോളിലോട്ടാണ് കഴിവുള്ളത്. നല്ല ഫിസിക്കും നല്ല ഇതൊക്കെയുള്ള വില്ലന് നല്ല ഇമ്പോർട്ടൻസ് പടത്തിൽ ഉണ്ട്. അതായത് ചുമ്മാ വന്ന് അടി വാങ്ങിച്ചു പോകുന്ന ഒരു റിയൽ ഫൈറ്റർ അങ്ങനെ എന്തോ ആണ്. അതിൽ കുറെ റിയൽ ഫൈറ്റേഴ്സിന് ഒരു കാണിക്കുന്നുണ്ട് ഈ പടത്തിന്റെ കൂടെ. ഈ പ്രാക്ടീസ് സെഷൻസിൽ ഭയങ്കര അത് പെപ്പയുടെ മകളായിട്ടാണ് പുള്ളിക്കാരത്തി അഭിനയിക്കുന്നത്. അതും എനിക്ക് പേരറിയാൻ പാടില്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയാണ്. അത് അച്ഛൻ മകൾ കോംബോയൊക്കെ ഈ പടത്തിൽ മെയിൻ സംഭവം ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഈ മകളുടെയും അച്ഛന്റെ ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ പടത്തിൽ തരുന്ന ഒരു ഇമോഷണൽ ബോണ്ട്. ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണേ. ചുരുക്കി പറഞ്ഞ തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു പടം, ഒരു ആവറേജ് ടു എബോവ് ആവറേജിനുള്ളിൽ നിൽക്കുന്ന ഒരു കിടിലൻ പടം, ഒരു ഇടിപ്പടം. പെപ്പേർ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കണേ അതേ പടത്തിലും ഉണ്ട്. അമ്മാതിരി പഞ്ചാണ് പുള്ളി ചെയ്യണത്. പിന്നെ റൊമാൻസ് എങ്ങനെയുണ്ട്? ഈ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ ഇടി മാത്രം കണ്ടാ പറഞ്ഞല്ലോ. റൊമാൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഞാൻ പടം കണ്ടു, ചിരിക്കാനുണ്ട് പടത്തിന് എന്ന് പറഞ്ഞാൽ. സംഭവം കോമഡി സിനിമയാണ്, ഫുൾ കോമഡി ജോണറിലുള്ള ഒരു കോമഡി പടമാണ്. മെയിനായിട്ട് കോമഡിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് കഥ വല്ലതുണ്ടോ പടത്തില്? കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഏട്ടന്റെ അനിയന്റെയും കഥയാണ്. അതിൽ ഈ ഏട്ടൻ ഭയങ്കര നാട്ടില് ഭയങ്കര പുണ്യനായ ഒരു ഏട്ടൻ. അനിയനെ കുറിച്ച് എല്ലാവർക്കും ചീത്തപ്പേരാണ്. അങ്ങനെ ഈ ഏട്ടനെ അനിയൻ ആദ്യമായിട്ട് അനിയൻ നല്ല റിച്ചാണ്, ഏട്ടൻ നല്ല റിച്ചാണെന്നൊക്കെയാണ്. ഏട്ടൻ വരുന്നു, അനിയനെ കാണുന്നു. ന്യൂ ഇയർ അടിച്ചു കൊടുക്കുന്ന ഗ്യാപ്പില് ഇവന്റെ ഏട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു കോൾ വരുന്നു. അങ്ങനെ ഇവന്റെ ഏട്ടനെ തപ്പി ഇറങ്ങുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഏട്ടൻ ആനോ ഡൈപ്പാണ്, അടിയാണ്, കച്ചറയാണ്. ചിലപ്പോ കുറെ പേർക്ക് എനിക്കിപ്പോ നീ പറഞ്ഞപ്പോ തന്നെ പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഇതാണ് കഥ എന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെയല്ല മേക്ക് ചെയ്തിട്ടുള്ളത്, പല രീതിയിലാണ്.
എനിക്ക് മാത്യുവിന്റെ അഭിനയം എനിക്ക് ഭയങ്കര എന്തോ ഒരു കുറച്ച് ഓവർ എന്തോ പോലെ കണ്ടതിന്റെ പിന്നെ കാണുന്നോണ്ടാണോ ഒന്നും അറിയില്ല. കുറച്ചും കൂടി ഒരു പൊടിക്കോ അഭിനയം കൂടി താത്തി പിടിക്കായിരുന്നു തോന്നി. പക്ഷെ ഈ പടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് അമൽ ഡേവിഡ്സ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. മൂപ്പര് അവിടെ വന്ന സിനിമയിൽ വന്നപ്പോ മുതല് ആ എൻഡ് വരെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പടം പ്രേമലുവിന്റെ അപ്പുറം. പ്രേമലുവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മള് നെസ്ലന് കൊടുക്കുമല്ലോ. ഇതില് നെസ്ലനെ മൂപ്പരൊന്നും എടുത്തിട്ട് ട്രോളുണ്ട് ഈ പടത്തില്. ഒരുപാട് പേര് ട്രോളുണ്ട്, സെലിബ്രിറ്റീസിനെ ട്രോളുണ്ട്. ഒക്കെ സ്പോട്ടിൽ ഉണ്ടാക്കിയ ഡയലോഗ്സ് പോലെ ഭയങ്കര സിങ്ക് ആയിട്ടുള്ള ഒരു രക്ഷയില്ല. മൂപ്പരില്ലെങ്കിൽ ഈ പടം ഇല്ല. ഈ പടത്തിന്റെ നട്ടല്, ഈ പടത്തിനെ പിടിച്ചു നിർത്തുന്ന എനിക്ക് തോന്നി ഭയങ്കര പല ഭാഗത്തും ലാഗ് അടിച്ച് പോകേണ്ട സിനിമയെ ഒരു പിടിച്ചു നിർത്തിയ ഒരു കലാവിന് ഷാജോണുണ്ട്. പക്ഷെ ഷാജോൺ ആണെങ്കിൽ പോലും ഷാജോണൊക്കെ വന്ന് ഷാജോണിന്റെ ലാസ്റ്റത്തിൽ ഒരു പഞ്ചൊക്കെ ഉണ്ട്, അതൊക്കെ രസമാണ്. പക്ഷെ ഓൾ ഓവർ എനിക്ക് പടം കണ്ടപ്പോ എനിക്ക് തോന്നി ഇപ്പൊ ഇല്ലെങ്കിൽ അമൽ ഡേവിഡ്സ് ഇല്ലെങ്കിൽ ആ സിനിമ ഭയങ്കര ഒരു എന്തോ ഒരു ഇത് വന്നേ. പക്ഷെ അവനുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം സിനിമ ഭയങ്കര ഇതായിട്ട് പോയി, ഫണ്ണായിട്ട് പോയി. അവന്റെ കോമഡീസ് ആണ് കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി. കോമഡിയാണ് പടം. പിന്നെ കുറച്ച് ഓവർ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തിന് ഭയങ്കര ചെക്കപ്പൊക്കെ ആകുമ്പോൾ നമ്മളെ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, മഹിമ മാത്രമാണ് മെയിൻ ഹീറോയിനായിട്ട് മഹിമ മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു മഹിമ ഏതോ ഘട്ടത്തിൽ ഇങ്ങനെ തേച്ചു പോയ ആളാണ് കാണാതെ ആവണത്. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി മഹിമ ഇറങ്ങുന്നു, ലാസ്റ്റ് മുഖത്തടിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പടം. പക്ഷെ രസം, കോമഡി, ചിരിക്കാനുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തിയേറ്ററിൽ പോയി നമുക്ക് എൻജോയ് ചെയ്ത് ചിരിക്കാനുള്ള പരിപാടികളുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ അവഞ്ചേഴ്സിന്റെ ബീച്ച് നമുക്ക് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോ കുഴപ്പമില്ല. അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇവിടെ, ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ഇത് മ്യൂസിക് ഇതിന്റെ പക്ക ഇതാണ്, പക്ക റൂട്ടിനോട് ചേർന്ന് നിൽക്കുന്ന. നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് കുറച്ച് പരിപാടികൾ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ബോക്സിംഗ് ഗ്രാമം എന്നൊക്കെ പറഞ്ഞൊരു നാട് കാണിക്കുന്നുണ്ട്. അവിടുത്തെ കുറച്ച് പരിശീലന കേന്ദ്രങ്ങൾ കാണിക്കുന്നുണ്ട്. കുറച്ച് റൂട്ടഡ് ആണ് മൊത്തത്തില്. ഇതില് പ്രേമലു പിടിക്കുന്ന ഒരു പരിപാടി ഇതിലും പിടിച്ചിട്ടുണ്ട് റൊമാൻസിൽ. എന്താന്ന് വെച്ചാൽ ഇവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവനെ കാണാനില്ലാതായിട്ട് ലാസ്റ്റ് നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവനെ ഒരു പെൺകുട്ടിനെ കാണാൻ വേണ്ടി പോകുന്നത് കൂർഗിലോട്ടായിരിക്കും. പിന്നെ കൂർഗ് എന്നാണ് കഥ, കുറച്ച് തെലുങ്കന്മാരൊക്കെ ആയിട്ടുള്ള പരിപാടി. അതിനുള്ളത് ഏകദേശം സെയിം സാധനം. കൂർഗത്തെ ആൾക്കാർ വരുന്നു, കൂർഗത്തെ കുറച്ച് ആൾക്കാർ. കുഴപ്പമില്ല, ചിരിച്ച് നമുക്ക് ജസ്റ്റ് പോയി കണ്ട് ഫണ്ണായിട്ട് ചിരിച്ചൊക്കെ വരാം. തിയേറ്ററിൽ പോയി കാണാം. നമുക്ക് ഒരു മൊത്തത്തിൽ 2 പടം വലിയ കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം, എൻജോയ് ചെയ്യാം.